ആൻസി നീ കാര്യം പറ. നീ എന്നെ ഒന്നും മിണ്ടാത്തെ? എന്തോ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. ആൻസി ഇത് നിർത്ത്. ഇതിപ്പോ കുറെ നേരമായല്ലോ. എന്നതാ ഇതിന്റെ പ്രശ്നം? കുഞ്ഞോനെ, നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആൻസി നിനക്ക് എന്നാ പറ്റിയത്? അത് നടക്കില്ല കുഞ്ഞോനെ. ഫ്രെഡി അതിന് സമ്മതിക്കില്ല. അവനൊരു വട്ട് കേസാ, നിനക്ക് അറിയാവുന്നതല്ലേ. നീ വിചാരിക്കുന്ന പോലെ അത്ര ശല്യല്ല കാര്യങ്ങൾ. നമ്മുടെ കല്യാണം ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് തന്നെയാ അവൻ എൻ്റെ ഹോസ്റ്റലിൽ കയറി വന്നത്. എന്നിട്ട് എൻ്റെ ദേഹത്ത് കൈ വെച്ചത്. ഇന്നലെ ഞാൻ കണ്ടത് വേറൊരു ഫ്രണ്ടിനെ ആയിരുന്നു. ഇതുവരെ കാണാത്തൊരു ഭാവം. എനിക്ക് പേടിയാവുന്നുണ്ട് കുഞ്ഞോനെ. എനിക്കെപ്പോഴും ധൈര്യം തരുന്ന നീ ഇങ്ങനെ. എന്നോടല്ല കുഞ്ഞോനെ, ഇപ്പൊ അവന്റെ പക മുഴുവൻ നിന്നോടാ. നമ്മുടെ പിന്നാലെ ഉണ്ടവൻ. ഒരിക്കലും നമ്മളെ അവൻ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഹാൻസി, നമ്മൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് ദൈവം തീരുമാനിച്ചത്. അതേത് ഫ്രെഡി വന്നാലും മാറ്റാൻ പറ്റില്ല. പിന്നെ നീ ധൈര്യമായിട്ടിരിക്കുക. നിനക്കൊന്നും സംഭവിക്കില്ല. ഞാനായി പറയുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഫ്രെഡിയുടെ കാര്യത്തിലും അതുണ്ടാവും. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനി ഒരിക്കൽ കൂടെ അവന്റെ മുന്നിൽ പെട്ടാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. ചേട്ടാ 4 ചായ. മാത്രം ശ്രദ്ധിച്ചേ. ഇനി ആ ഓട്ടോക്കാരനെ പൊക്കണമെന്നാ പെണ്ണുമ്പിള്ളയുടെ പ്ലാൻ. മാർത്തൻ സർ, മേഡം ആ പുള്ളക്കുട്ടിക്കാരൊക്കെ കാപ്പാത്തുങ്ക ഒന്നും ഇങ്ങനെ ആകുമെന്നറിഞ്ഞോണ്ടല്ല. അവരൊക്കെ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എന്നെ കൊന്നു കളയൊന്ന് പേടിച്ചിട്ടാ മേഡം. മാപ്പാക്കണം മേഡം, പ്ലീസ്. കരഞ്ഞിട്ട് കാര്യമില്ല മാത്ത സാറേ. നാട്ടുകാർ പിടിച്ചേൽപ്പിച്ച ഫ്രെഡിയും ഫ്രണ്ട്സും എങ്ങനെ പുറത്തു പോയെന്ന് പറ. ബേബി വിളിച്ചു, സാർ അവന്മാരെ അങ്ങ് വിട്ടു. അതല്ലേ സത്യം? ആ മാത്താ, താൻ അവരെ വിട്ടിടൂ. ഇടൂ, രാവിലെ ഞാൻ തന്നെ ഒന്ന് സ്റ്റേഷൻ എത്തിച്ചോളാം. താൻ പേടിക്കണ്ട, തനിക്കൊരു കുഴപ്പം വരത്തില്ല. ഇത് ഞാനല്ലേ പറയുന്നത്. ശേഖരേട്ടനുണ്ടായിരുന്നില്ലേ അന്ന് ഡ്യൂട്ടിയിൽ? അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് ഞങ്ങളെയൊക്കെ വിട്ടത് ഇദ്ദേഹമല്ലേ? എന്നെ രക്ഷിക്കണം മേഡം, എന്നെ രക്ഷിക്കണം പ്ലീസ്. ഇനി തനിക്ക് തെരിഞ്ഞതെല്ലാമേ സൊല്ല്, ഉണ്മയാ സൊല്ല്. അറിയാം മേഡം. അന്ന് കുളം കുഴിക്കുന്ന സമയത്ത് ഫ്രാഞ്ചിക്ക് അവിടെ നിന്ന് ഒരു നിധി കിട്ടി. അതും കൊണ്ട് അവൻ നേരെ ബേബിയുടെ വീട്ടിൽ പോയി. ഞാനിവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഇല്ല മാത്താ, പുറത്തേക്ക് അവർ വിടത്തില്ല. എന്ത് ചെയ്യടാ? നീ വെറുതെ നിലയിട്ടിരിക്കരുത്. അവിടെ അടങ്ങി കിടക്കടാ. പണി ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ. നാളെ ജാമ്യം കിട്ടുന്ന ഒരു അലമ്പൊന്നും ഉണ്ടാക്കാതിരുന്നൂടെ? ഇത് ബെസ്സായി മാത്രമായതുകൊണ്ട് നിങ്ങൾ ഇറക്കി വിട്ടു. എൻ്റെ കൂടെപ്പിറപ്പ് ജയിലിൽ കിടക്കുന്ന കാണാൻ എനിക്ക് മേലാഞ്ഞിട്ടാടാ. ഞങ്ങൾ ആ പെൺകൊച്ചിനെ ഒന്നും ചെയ്തിട്ടില്ല ചായ, സത്യം. ആ ജോസ് ഞങ്ങളെ പെടുത്തിയതാ ചായ. അവൻ ഇച്ചിരി വളരുന്നുണ്ട്. ആ നന്മവരം ഇനി അവിടെ വേണ്ട. വെള്ളം ഒഴിക്കണ്ടേ? ഇവനെന്നാ ഇപ്പോ പ്രാഞ്ചി വരുന്നുണ്ടോ? ആ കയറിപ്പോ 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 കയറിപ്പോ. എന്നടാ പ്രാഞ്ചി?
വേവിച്ചാനൊന്ന് കാണാനാ. ഇതെന്നത് അത്യാവശ്യമുണ്ട്, ഒന്ന് വിളിച്ചേ. ബേബിച്ചായ വേവിച്ചായ ഒരു കാര്യമുണ്ട്. എന്നതാടാ പ്രാഞ്ചി ഈ നേരത്ത് പതിവില്ലാതെ? ദേ ഇത് കണ്ട, കുളം കുഴിച്ചപ്പോ കിട്ടില്ല ഒരു കുടത്തിന്ന്. എന്നതാടാ ഇത്? പേരൊന്നും എനിക്ക് അറിയത്തില്ല, നല്ല വില കിട്ടുമെന്നറിയാം. അതാ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പോലീസ് നാട്ടുകാർ പറഞ്ഞാൽ എനിക്കിത് നഷ്ടമാവും. ബേബിച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. ഒന്ന് നോക്കട്ടെ ചായ. അല്ല ചാക്കോ, ഒന്ന് ഒഴിച്ചു കൊടുക്കടാ പ്രാഞ്ചി. ആ അടി. ഓ ചായ, ഇത് നാട്ടിലെങ്ങും കിട്ടാത്ത സാധനം. മരതകമാണെങ്കിൽ നല്ല വില കിട്ടും. വിട്ടുകളയരുത്. പ്രാഞ്ചി ഓ ഇങ്ങ് വന്നേ. എടാ നീ ഇങ്ങോട്ട് വന്നത് ആരെയും അറിഞ്ഞായിരുന്നോ? ഒരു പട്ടി കുഞ്ഞു പറഞ്ഞിട്ടില്ല. നന്നായി. അതെ, കാഴ്ചക്ക് കൊള്ളാം. നീ കരുതുന്ന പോലത്തെ ഒരു സാധനം തന്നെയത്. ഇത് ഒരു കല്ലടാ. എന്നായാലും നീ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നതല്ലേ, ഈ ബേബിച്ച 10,000 രൂപ എനിക്ക് തരും. എന്നാ 10,000 ഉലുവായ? പള്ളി പോയി പറഞ്ഞാ മതി. ഇത് മേടിക്കാൻ വേണ്ടിയേ വേറെ മുതലാളിമാരോട് ഞാൻ നോക്കട്ടെ. ഒന്ന് പോയച്ചാ 10,000 ഉലുവ. നീ പോകലടാ. പ്രാഞ്ചി, ഓർമ്മ ഒഴിക്കടാ. എനിക്കിത് വേണ്ട. നീ ഇത് ആർക്കാച്ച കൊടുത്തോ? വന്ന സ്ഥിതിക്ക് നീ ഒരെണ്ണം കൂടെ അടിച്ചിട്ട് പോടാ. വാ. അതേടാ ബേബിച്ചൻ തന്നെ. ചാക്കോ, അവനെ വലിച്ചു കൂട്ടിയിടാ. എനിക്കത് വേണ്ട. എന്റെ മക്കളെ ഇവനെ വിശ്വസിക്കുന്ന എന്റെ മക്കളെ ഓർത്ത് എന്നോട് വില പറയാൻ മാത്രം നീ വളർന്നോടാ പിഴച്ച നായി. നിന്നെപ്പോലൊരു ചോര ചവിട്ടിയിലടാ ഞാൻ ഇന്നീ കാണുന്നത് ജീവിച്ചണ.